മറ്റൊന്നുമല്ല, ഒരു കല്യാണാലോചന, അത്രേ ഉള്ളൂ. ഓ, രായമോൻ എന്ന് വരുമെന്നാ പറഞ്ഞേ? അടുത്ത മാസം വരാൻ നോക്കുമെന്നാ പറഞ്ഞേ, അല്ലയോടി? ആ ആന്ന് അങ്ങനെ എഴുതിയിരുന്നേ. രാജനിപ്പോ 10-23 വയസ്സല്ലേ ആയുള്ളൂ അച്ഛാ. പണ്ടത്തെ കാലത്ത് 16 വയസ്സ് കഴിയും മുമ്പേ പെണ്ണുകെട്ട് കഴിയും. പിന്നെ 23. വേണ്ട സമയത്ത് കല്യാണം കഴിക്കണം. പിന്നെ 23 വയസ്സ് നല്ല പ്രായമാണ്. 17 വയസ്സുള്ള പെണ്ണ്. എവിടാച്ചോ പെണ്ണ്? പുത്തനാറ്റുകരെ. അച്ഛൻ പണ്ടവിടെ വികാരിയായിട്ടിരുന്നിട്ടുള്ള അല്ലയോ? ആന്നു. ആ, കഴിഞ്ഞ മാസം പുത്തനാറ്റുകര പള്ളി പെരുന്നാളായിരുന്നു. അപ്പം അവിടെ വരെയും പോയി. അപ്പോളാ പെങ്കൊച്ചിനെ കണ്ടേ. ഞാൻ അവിടുന്ന് പോരുമ്പോൾ അവക്കൊന്നോ അരയോ വയസ്സേ ഉള്ളൂ. പള്ളിയുടെ അടുത്ത് ആ വീട്. ദൈവവിചാരമുള്ള കൂട്ടര്, അതാണല്ലോ പ്രധാനം. അപ്പനില്ല. അവളെ ഗർഭം ഉണ്ടായപ്പോൾ ഒരു അപകടം ഉണ്ടായി മരിച്ചതാ. പെണ്ണിനെ കണ്ടാല് നേര് പറയുവാ, നിന്റെ അനിയത്തിയാന്നേ പറയത്തുള്ളൂ. ശരിക്കും ഇപ്പൊ കണ്ടപ്പോഴ് അങ്ങനായിരിക്കുന്നേ. ദീനാമ്മേ പണ്ട് കാണുന്ന കൂട്ട് തന്നെ. അമ്മായിയമ്മയും മരുമോളും കൂടെ നടന്ന ചേടത്തിയും അനിയത്തിയും ആന്നേ പറയത്തുള്ളൂ. അച്ഛോ അതിപ്പോഴ് നിർത്ത്. അതെ അച്ചോ, അപ്പനോടുകൂടെ ചോദിച്ചേച്ച ഒരു തീരുമാനം എടുക്കാം. അച്ഛനെ അറിയാലോ, ഞാൻ ഇത്രയും നാളെ അപ്പൻ അറിയാതെ കണ്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അല്ല, അതങ്ങനെ വേണ്ടേ? പിന്നെ ഞാൻ മാത്തുക്കുട്ടിയോട് പറയുന്നേ, ഈ പറയുന്ന അപ്പനുള്ള ഉത്തരവാദിത്വം അവനെ പ്രതി മാത്തുക്കുട്ടിക്കാന്നല്ലോ എന്ന് വെച്ചാ. അല്ല, അങ്ങനല്ലയോ വേണ്ടേ? അല്ലേ പറഞ്ഞാട്ടെ? ആ, ഗുൽമന്റെ സൂക്കേന് മരുന്ന് കഴിച്ചേക്കുക. അതാ ഈ വായുവിന്റെ ഉപദ്രവം. ആ, ഇത്രേ ഉള്ളു ആകെ. ബാക്കി മരുന്നിന് ചേർത്ത് പോയി. മരുന്നിന് ക്ഷാമമായിപ്പോ. മതി മതി, ഇപ്പോഴത്തേക്ക് ഇത് മതി. നാളത്തെയും കൂടെ ഉണ്ട്. പിന്നെന്താന്ന് തന്നാട്ടെന്ന്. കറുപ്പിന് ഇപ്പൊ വലിയ വിലയാ കുറിപ്പേ, കിട്ടാനുമില്ല. ഞാൻ കൊയ്പ്പള്ളി കാരാമേ പോയാ വാങ്ങിയേച്ചും വരുന്നേ. അതും വലിയ പ്രശ്നമാ. പണ്ടാന്നേ അങ്ങ് വടക്ക് ചന്ദ്രഗിരിന്ന് ഒരു ലാടൻ കൊണ്ടുവരുമായിരുന്നു കറുപ്പ്. അതാന്നേ നല്ല സാധനവുമായിരുന്നു. അയാൾ ചത്തെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ വഴിക്ക് കാണാനുമില്ല. വൈദ്യരെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തുവാ കുറിപ്പേ? 1 മാസമായിട്ട് കൊണ്ട് നടക്കുക. ദിവസം മൊത്തം വയറ്റിനകത്തൊരു സ്തംഭനമാ. വെളിക്കിരുന്ന പോരാന്നൊരു തോന്നല്. ഇടയ്ക്കിടയ്ക്ക് ഇളകി പോവുകയും ചെയ്യും. വല്ലയിടത്തും പോകുമ്പോൾ പൊതിക്ക് വല്ലതും വാങ്ങി തിന്നുകയും ചെയ്യും. ഉടനെ വല്ല കൈതക്കാട് നോക്കിയേ പറ്റത്തുള്ളൂ. അതാ സ്ഥിതി. എന്തോ തിന്നാലും ദഹിക്കത്തുമില്ല. രാത്രി മൊത്തം തികട്ടല. ചുരുക്കത്തിൽ ചോറ് തിന്നാ ഞാറായിട്ടാ തൂർന്നെന്ന് അല്ലയോ? ആണോ? ഇയാള് വലിയ ആഹാരപ്രിയനല്ലയോ? അങ്ങനൊന്നുമില്ല വൈദ്യരെ. ആന്ന് ആന്ന് ആന്ന്. നല്ല ആഹാരം കണ്ടാൽ കഴിക്കാത്ത ആരാടോ കുറുപ്പേ? എനിക്കും പറ്റത്തില്ല വല്ലവും കണ്ണിന്റെ മുന്നിൽ വെച്ചോണ്ടിരിക്ക. ഇന്നാളി നങ്ങ്യാറ് കുളങ്ങരെ അങ്ങാടിക്ക് പോയായിരുന്നു. അങ്ങാടി നിറുക്കാനേൽപ്പിച്ചത് നിന്നപ്പോഴ് അങ്ങ് കരിമ്പനക്കൽ കൊച്ചു വീട്ടില് ഊണിന് പോകുന്ന കാര്യം ആലോചിച്ചു. പിന്നെ നിൽപ്പറയ്ക്കുവോ? നേരെ വെച്ച് പിടിച്ച് അവിടെ ചെന്നപ്പോ എന്തുവാ, ഇപ്പൊ ഊണൊന്നുമില്ല അവിടെ. പണ്ട് ഊണുണ്ടാക്കിയിരുന്ന തീരക്കാട്ടുകാരി ഒരു ദാക്ഷാണി ഉണ്ടായിരുന്നു. അവര് ഇടുപ്പ് വീണ് കിടക്കുക. പക്ഷാഘാതമാന്നാ എല്ലാരും പറഞ്ഞ.
അവിടെ കെട്ടിയോൻ മിറ്റത്ത് വായും തുറന്നിരിപ്പാ. ഞാൻ ചെന്ന് നോക്കി. അപ്പോഴൊരു തോന്നല് മനസ്സിൽ തോന്നിച്ച അല്ലേ, ഇത് ഇടുപ്പ് വീണ അല്ലല്ലോന്ന്. ഇടത്തെ തുടക്കല്ലോ കേടന്ന്. കെട്ടിയോനോട് ഇച്ചിരി തൈലം എടുക്കാൻ പറഞ്ഞു. അത് ചൂടാക്കി ഒരു പ്രയോഗം അങ്ങ് നടത്തി. പെരുനരമ്പ് പിഴച്ചായിരുന്നു. ഇടുപ്പ് വീണ പെമ്പിളയുണ്ട് ദാണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് കാല് പൊക്കി കട്ടത്തടിയെ വെച്ചേച്ച് 3 കുത്തുന്നു. അവിടെ കെട്ടാൻ ശരിക്കും വാ പൊളിച്ചപ്പോഴാ അയാൾ അകത്തൂന്ന് ഒരു വെള്ളി അരഞ്ഞാൻ എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞ്, ഇതേ ഉള്ളു വൈദ്യരെ ഇവിടെന്ന്. ഒരു 2-2.5 തൂക്കം വരും അത്. ഞാൻ അതങ്ങ് തിരിച്ചു കൊടുത്തേച്ചും പറഞ്ഞ്, എനിക്ക് സ്വർണവും വെള്ളിയും ഒന്നും വേണ്ട. തേങ്ങ അരച്ച് കറി വെച്ച മീൻകറിയും ഓട്ടുമോരും ചേർത്തൊരു ഊണാ വേണ്ടെന്ന്. വയ്യാതെ വീണ അവരെ കൊണ്ട് തന്നെ ഞാനൊരു ഊണ് വെപ്പിച്ചു വന്ന്. അതും കഴിച്ചാ പോന്നോ? ആന്ന് അത് കൂട്ടായിരുന്നു നമ്മുടെ തുമ്പോലിലെ രാമച്ചാരുടെ പെമ്പിളെ. അവര് വെക്കുന്ന പുളിങ്കറിയും ഇളം കൊഞ്ചിന്റെ തീരയും വായു വെള്ളം വരും. അവർക്കും ദീനമായിരുന്നു. അത് പിന്നെ കഴുത്തായിരുന്നു. ഒരു ദിവസം കൊതി തോന്നി ചെന്നപ്പോ ഉണ്ട്. അതെ കുറുപ്പച്ച, ഞാൻ പോവാ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അരി എന്റെ ഇരിക്കുവാ. നേരം പോയത് അറിഞ്ഞില്ല. ഞാൻ പിന്നെ വരാൻ പറ്റില്ലേ? പുലിയൂരമ്പലത്തിൽ കളിയുണ്ട്, അതിന് പോവുകയും വേണം. അതിന് മുമ്പ് കൊറേ പണി കിടക്കുന്നു. എന്നാ പോട്ടെ പറ്റിയരാ. അല്ലേ, ഇയാൾക്ക് മരുന്നും വേണ്ടായോ? അവിടെ നിൽക്കു കുറുപ്പേ, അവിടെ നിൽക്കാൻ. അയാൾക്ക് സൂക്കേട് മാറാൻ നേരമായിട്ടില്ല. അല്ല, എല്ലാത്തിനും വേണ്ടായോ ഒരു നേരം? മാവൻ പറഞ്ഞത് നേരാ. എല്ലാത്തിനും വേണം ഒരു നേരം. ഇതിന്റെ നേരം അയക്കുന്നു. ഇനിയും വെച്ച് താമസിപ്പിക്കുന്നതിനേക്കായി നല്ലത് കാര്യങ്ങൾ നീക്കുന്നയാ. മാത്തുക്കുട്ടിയെ, മാവന് സമ്മതമാണെന്നുണ്ടേ കാര്യങ്ങൾ നീക്കുന്നയാ നല്ലത്. അച്ഛന് ഇഷ്ടമായ കാര്യം ഞാൻ വേറെ എന്തുവാ നോക്കേണ്ടുന്നേ? അങ്ങനെയല്ല, ഇവിടുന്ന് ആരേലും പോണം. പോയി അന്വേഷിക്കണം. കീവറിച്ചായനോ പീലിപ്പോച്ചനോ ആരേലും പോയാൽ മതി. അല്ലേ കുഞ്ഞേർക്കനായാലും മതി. പക്ഷെ ആരേലും പോണം. അതാ അതിൻ്റെ ഒരു നടപ്പ്. അല്ലയോ മാവാ? അതല്ലയോ വേണ്ടേ? അതല്ലയോ വേണ്ടേ? അച്ഛൻ്റെ മൂത്ത പെങ്ങള് കുഞ്ഞുമറിയായിക്ക് സുഖമാണോ അച്ചു? പെങ്ങക്ക് സുഖമില്ല, വാദം പിടിച്ച് കിടപ്പാ. എൻ്റെ കല്യാണത്തിന് മുണ്ട് ഞൊറിഞ്ഞുടുത്ത് ചട്ടയും ഇട്ടുകൊണ്ട് കുഞ്ഞുമറിയ പള്ളി വന്നത് നല്ല ഓർമ്മയാ. അക്കാലത്ത് ഇപ്പോഴത്തെ പോലെ ഉടുപ്പും ബ്ലൗസും ഒന്നുമില്ല. ശരിയാ, ഇല്ലില്ല. കാലം പോയ പോക്കേ. അന്ന് കല്യാണത്തിന് പെണ്ണും ചെറുക്കനും ഒരുങ്ങിപ്പോന്ന എങ്ങനാ? പെണ്ണിന് കാതില് തോട, ചെറുക്കന് നിലയങ്കിയും കുരിശുമാലയും. ഓ, ഇപ്പൊ വന്ന് കോട്ടും കുപ്പാസും ആയില്ലയോ? പെമ്പിള്ളാരുടെ ബ്ലൗസിനകത്തിടുന്ന കുന്തം പുറത്ത് കാണാം. അച്ഛൻ കണ്ടിട്ടില്ലയോ? ഉണ്ടുണ്ട്. ഈ അപ്പച്ചൻ ചില നേരത്തെ ഇങ്ങനെ ആരിരുന്നാലും ഏക്കും വാക്കും ഇല്ലാതെ വർത്താനം പറയും. അന്നൊക്കെ എന്തവാ കല്യാണം എന്ന് പറഞ്ഞ പെണ്ണിനും ചെറുക്കനും ഒരു കടനാള് വരുന്ന കൂട്ടാ. പറക്കുന്നു, പൊരിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതൊക്കെ തന്നെ. ചെറുക്കന് 12 വയസ്സ്, പെണ്ണിന് 8 വയസ്സ്. എന്തോ അറിയാനാ? മാവൻ പറയുന്ന നേരം. 10-20 വയസ്സുള്ള ആമ്പിള്ളേര് കെട്ടാതെ നടന്ന പെണ്ണ് കിട്ടാത്തവനാന്ന് പറയും. ഞാനും ഇമ്മിണി അങ്ങനെ നടന്നതാ. കേക്കാൻ ആളുണ്ടേ അപ്പച്ചൻ പഴംപുരാണം ഒക്കെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ക്ഷീണവുമാ. എന്തവാ പെണ്ണ് പറഞ്ഞേ? മാവനെ ഏറെ വർത്തമാനം പറഞ്ഞാൽ ക്ഷീണം വരത്തില്ലയോ എന്ന്. ഓ, എന്തോന്ന് ക്ഷീണം? ഉരിയാടാതിരുന്നാലും ക്ഷീണമല്ലയോ? അങ്ങനെയല്ല, ഇച്ചിരി കിടന്നോണ്ടാട്ടെ.
ആ ആ. ആയിക്കോട്ടെ. ആ പതുക്കെ. ആ നമുക്ക് പുറത്തോട്ടിരിക്കാം. ഓ എന്താ വായേലും അന്വേഷിച്ചു പോകുന്നതിന് മുമ്പേ രാജമോൻ വരട്ടച്ചോ. അവന്റെ അഭിപ്രായം കൂടി അറിഞ്ഞേച്ചു പോരായോ? മതി കുഞ്ഞേ, ഉം. ഞാനീ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ധൃതിയൊന്നുമില്ല. രാജമ്മോൻ വന്നേച്ചും ഞാൻ ഇങ്ങോട്ടിറങ്ങാം. ഓ. ആ അല്ലേ അച്ഛൻ കൊടയെടുക്കുന്ന എന്തിനാ? പോട്ടെ കുഞ്ഞേ, 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അല്ലേ അത് കൊള്ളാവല്ലോ. കാര്യങ്ങളെ ഇന്നത്തേക്ക് മുടങ്ങട്ടച്ചോ. ചോറുണ്ണാതെ പോകാനൊക്കത്തില്ല. അത് പിന്നൊരിക്കലാവാം കുഞ്ഞേ. ഉണ്ടേച്ചും പോയാ മതി അച്ചോ. അവിടെ ആഗ്രഹമല്ലയോ? ആ വേണ്ടേ, ഒരു കാര്യമുണ്ട്. വിശേഷിച്ചും കൂട്ടാനൊന്നും ഉണ്ടാക്കല്ലേ. അച്ഛൻ ഇഷ്ടമുള്ളത് തന്നെ ഉള്ളേ. മുരിങ്ങയിലക്കറിയും അച്ചിങ്ങാപ്പേരന്റെ മെഴുക്കും പിന്നെ നാരങ്ങ അച്ചാറും. ഞാൻ വന്നെന്ന് കേട്ടാ നീ പണ്ടേ അങ്ങനെ മുരിങ്ങയില പറിക്കാൻ ഓടുവല്ലയോ? ഓ, വീട്ടിലെ വിശേഷമൊന്നും ചോദിച്ചില്ല. കൊച്ചമ്മയുടെ വയ്യാഴിക എങ്ങനെയുണ്ടച്ചോ? ഓ, ശമനമൊന്നുമില്ല. പിന്നെ ചികിത്സിക്കുന്നു, അത്ര തന്നെ. പക്ഷാഘാതം വലിയ പാടാ. കിടന്നാ പിന്നെ കിടന്നതാ. രാജമോൻ നന്നായിരിക്കും വന്നു. ഉം. പിന്നെ രണ്ടാമത്തവക്ക് ദീനമായിരുന്നു, മാറി. 2-3 ദിവസം മേപ്പള്ളിക്കുറ്റി ആശുപത്രി കിടന്നു. ഞാനൊന്നും അറിയാറില്ല. അല്ല അതെങ്ങനെ? അവിടെ നിന്ന് ആരും വരത്തില്ല. ഇവിടെ വന്ന അവർക്ക് കുറച്ചില്ല. ദീന കൊച്ചമ്മയ്ക്ക് നല്ല വീടില്ല, വേലക്കാരില്ല എന്നൊക്കെ പറയും. അങ്ങനൊന്നും ആരും കരുതിയിട്ടല്ല. പിന്നെ നേരം വേണ്ടായോ? അല്ലേ പൂങ്കണ്ണീര് പൊഴിക്കുന്ന എന്താവാ? ആ, അത് പോട്ടെ. അവൾ എൻ്റെ മുമ്പിൽ നിന്നൊന്ന് സങ്കടപ്പെട്ടോട്ടെ. പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഒരു ആശ്വാസമാണ്. ആ, മാത്തുക്കുട്ടി എങ്ങോട്ടാ? ഒരു ആധാര പ്രശ്നമുണ്ട്. ഇനിയും താമസിച്ചാൽ ചിലപ്പോൾ കത്തിക്കുത്ത് കിടക്കും. എരിഞ്ഞും പൊരിഞ്ഞുമാ ഞാനിവിടെ നിന്ന്. എന്നാ പോയച്ചും വരട്ടച്ചോ. ഉം. മാലിനി രുചിര ഗുണശാലിനി. അല്ലേ കുറുപ്പച്ചൻ എന്തുവാ പാട്ട് എന്നല്ലോ എപ്പോഴും? ഒരു പാട്ടിനങ്ങ് പോന്നു, അത്രേ ഉള്ളൂ. എപ്പോഴും കാണുമ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും, ഒക്കത്തില്ല. കുറുപ്പച്ചൻ ഇത്രയും സന്തോഷം എവിടുന്നാ? പാട്ടും തമാശയാന്നല്ലോ എപ്പോഴും. അതെ മാട്ടുക്കുട്ടി, ഒരു രഹസ്യമുണ്ട്. അയ്യോ കുറുപ്പച്ച, ധൃതി കൊണ്ട് വേഗം പറയണം. വേണ്ട, ഇത് തന്നെ പറയാൻ വന്നേ. എന്തോന്ന്? മാട്ടുക്കുട്ടിക്ക് ഇപ്പൊ തിരക്കല്ലയോ? ആന്നു. അപ്പൊ പിന്നെ എങ്ങനെ സന്തോഷിക്കുന്ന കാര്യം പറയാൻ പറ്റുന്നേ? എനിക്കാണെ ഒരു തിരക്കുമില്ല. ചെല്ലുമ്പോ ചെല്ലും, വീഴുമ്പോ ഉറങ്ങും, എഴിക്കുമ്പോ എഴിക്കും. അല്ല എങ്ങോട്ടാ? ആ നമ്മുടെ പാപ്പിച്ചായന്റെ കയ്യിന്നേ പലിശ പാപ്പിയെ ആ തുണ്ടുപറമ്പി പടിയിറ്റലെ പെണ്ണില്ലയോ കുറുപ്പത്തി? ആ നമ്മുടെ ചത്തുപോയ കുമാരന്റെ പെമ്പിളെ. ഓഹോ. ആ അവള് കുടിയും പെരടവും പണയം വെച്ച് 1000 രൂപ വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ച 3 ആണ്ടിന് മുമ്പാ, കുമാരൻ ചാകുന്നതിന് മുമ്പ്. ചികിത്സക്ക് എങ്ങാണ്ടെന്ന് പറഞ്ഞ് വാങ്ങിയ ആ പണം ഒരു കായ് പോലും കൊടുത്തില്ല അവര്. ഇപ്പൊ പലിശ മുതലും എല്ലാം കൂടെ 10,000 രൂപ വരുവേ. പാപ്പിച്ചായന് പെരേടം വേണം. അവർക്കാന്നേ അത് കൊടുത്താ കിടക്കാടം പോവും. അതിപ്പം വന്ന് വന്ന് വലിയ പ്രശ്നമായേക്കുക. എന്നാ അതിനൊരു ഒത്തീർപ്പ് വേണ്ടായോ? ആ അതിനെല്ലാരും കൂടെ വരാൻ പറഞ്ഞു. പാപ്പിയുടെ വീട്ടിൽ വെച്ച് ഒരു മധ്യസ്ഥയിൽ കാര്യം തീർക്കാനാ. അതിന് പോവുക. അത് ശരി, അതാന്ന് പറ തിരക്ക്. ആ അതാ പ്രശ്നം. അവനെ നിക്കണ്ട, അതുകൊണ്ട് ചെന്നാട്ടെന്ന്. നമ്മള് നോക്കിക്കോട് നിൽക്കുമ്പോ അങ്ങ് കേറുമല്ലയോ? എന്തോന്നാ കേറുന്നേ? ഈ പലിശേ. ആ പലിശയുടെ കാര്യം അങ്ങനെ ഇല്ലയോ? നമ്മള് കിടന്ന് ഉറങ്ങിയാലും അതങ്ങ് കേറുമല്ലയോ? ആന്ന്. മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യും, കുറ്റിക്കിട്ട് കീറുകയും ചെയ്യും, കുറ്റം നിന്നെ പറയുകയും ചെയ്യും.
ആരെയും കുറ്റം പറയുകയല്ല അച്ഛൻ. എല്ലാം എന്റെ അനുഭവം. അതിനിപ്പോഴാരും പറഞ്ഞിട്ട് കാര്യമില്ല. അതറിയുകയും ചെയ്യാം. ശരി കുഞ്ഞെ, ഇനി അച്ഛൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്റെ 2 ചേട്ടത്തിമാർക്കും നിന്നേക്കായി ധനശേഷിയുണ്ട്, സമ്മതിച്ചു. അതില് മൂത്തയാളിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ? അല്ലേ കേൾക്കാനെന്തിരിക്കുന്നു? നിനക്കറിയാൻ വയ്യാത്തയാണോ? പണം ഉണ്ടെന്ന് പറഞ്ഞ് അവക്ക് എന്തോ സുഖം. മറിയാമ്മയുടെ കാര്യം അങ്ങനെ. പിന്നെ നിന്റെ സാറാ കൊച്ചമ്മ, നല്ല പ്രായത്തില് അവരെ ദൈവം കിടത്തിക്കളഞ്ഞില്ലയോ? കിടക്കുന്ന മുറി വിട്ട് പുറത്തിറങ്ങിയിട്ട് 19 കൊല്ലമായി. അപ്പൊ പിന്നെ അവർക്ക് കിട്ടിയത് മറ്റൊരു ദുഃഖം. ഈ 2 ദുഃഖങ്ങളും നിനക്കില്ല, ഉണ്ടോ? അപ്പോ ദൈവം നിന്നോട് കരുണയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.